അദ്ദേഹം ഒരു കുഴപ്പം കാണിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്ക് അനുചിതമായ ഒരു പ്രവർത്തനം തോന്നി ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ദാറ്റ്സ് ഓൾ. ആദ്യ കാലത്തൊക്കെ പരാജയം എന്ന് പറഞ്ഞ് എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. മനുഷ്യ നന്മ ലാക്കാക്കി പ്രവർത്തിച്ചാൽ അത്തരം വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 15-ാം വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയം ഏറെ വെല്ലുവിളി നിറഞ്ഞ ബാല്യം. നമ്മളോടൊപ്പം ചേരുന്നത് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. നമസ്കാരം. 3 പരാജയങ്ങൾക്കപ്പുറമാണ് ഒരു വിജയം വന്നിരിക്കുന്നത്. എന്തു തോന്നുന്നു ഇപ്പോൾ? ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഈ വിജയത്തിലുണ്ട്. തീർച്ചയായും ഇതിന് കൊല്ലത്തെ പ്രിയപ്പെട്ട വോട്ടർമാരോടും അതിനുവേണ്ടി എന്നോടൊപ്പം ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച UDF-ൻ്റെ സഹപ്രവർത്തകരോടും ആദ്യം തന്നെ ഹൃദയംഗമമായി നന്ദി. അതോടൊപ്പം വലിയ സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ പൊതുസമൂഹത്തോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ഈ അവസരം എനിക്ക് തന്ന പാർട്ടിയോട്. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായപ്പോഴും വലിയ രീതിയിൽ അധിക്ഷേപങ്ങൾക്കൊക്കെ ബിന്ദു ചേച്ചി ഇരയായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ആദ്യകാലത്തൊക്കെ പരാജയം എന്ന് പറഞ്ഞ് എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. ഒരു പാർലമെൻ്ററി ജനാധിപത്യ അല്ലെങ്കിൽ പാർലമെൻ്ററി പദവികളുടെ ഭാഗമാകുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് എൻ്റെ ചിന്തകളിൽ എങ്ങുമില്ലായിരുന്നു. പക്ഷേ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ, അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിജയം ഇത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. അതുകൊണ്ട് തീർച്ചയായും അതിനുവേണ്ടി പ്രയത്നിച്ചു. ഈശ്വര അനുഗ്രഹത്താൽ ഇപ്പോൾ അത് സാധിച്ചു. 15-ാം വയസ്സിൽ തുടങ്ങിയതാണല്ലോ രാഷ്ട്രീയം. എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു? 15-ാം വയസ്സിലല്ല രാഷ്ട്രീയം തുടങ്ങി. രാഷ്ട്രീയം ചെറുപ്പം തൊട്ട് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെ കൈ പിടിച്ച്, അച്ഛൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുകയും പിന്നെ അന്നത്തെ കാലത്ത് വർണ്ണക്കടലാസുകൾ, അതായത് ട്രൈ കളർ, ഇങ്ങനെ നമ്മൾ വർണ്ണ പേപ്പറുകൾ കട്ട് ചെയ്ത് ചെറിയ കയറുകളിൽ തൂക്കി അത് തോരണമാക്കും. ആ തോരണം കെട്ടലാണ് ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം. പിന്നീട് ഒരു 5-6 ക്ലാസ് തൊട്ട് അനൗൺസ്മെൻറ്റ്, 7-ാം ക്ലാസ് തൊട്ട് പ്രസംഗവും അതൊക്കെ ഇങ്ങനെ തുറന്നു. പക്ഷേ ഔദ്യോഗിക പരിവേഷത്തിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് 15-ാം വയസ്സിൽ. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഹോട്ടലിലൊക്കെ പോയിട്ടാണ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ആ സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പ് അച്ഛന് ചിട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് അമ്മയ്ക്ക് അസുഖമായപ്പോൾ അതെല്ലാം നിന്ന് കുറേ വർഷങ്ങൾ അമ്മയുമായി ആശുപത്രിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പോയി. അങ്ങനെ പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മാർഗ്ഗമില്ലാതായപ്പോഴാണ് ഞങ്ങളുടെ തന്നെ ഒരു കടയിൽ അച്ഛൻ ചായക്കട തുടങ്ങി. ഞങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായി ഞാൻ LLB പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങളുടെ ജീവനോപാധി അതിലെ വരുമാനമായിരുന്നു. ഞാൻ LLB പാസ്സായി വക്കീലായതിൻ്റെ അടുത്ത ദിവസം അച്ഛൻ്റെ ജോലി വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ സഹോദരനും അപ്പോഴും ജോലി കിട്ടി. ഞങ്ങൾ 2 പേരും പിന്നീട് ഇന്നുവരെയും കുടുംബകാര്യങ്ങൾ നോക്കി. അത്തരം സാഹചര്യങ്ങൾ ആയപ്പോഴേക്കും അമ്മ അത്യാവശ്യം സുഖമായ ഒപ്പം ഉണ്ടായിരുന്നു. എങ്കിലും ആ വർഷങ്ങളിൽ വലിയ വേദനയായിരുന്നു. ഞാനും അച്ഛമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ ഇച്ചിരി വിഷമമുള്ള സംഭവമായിരുന്നു. അല്ലെങ്കിൽ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഫാമിലി അമിതമായി അറ്റാച്ച്ഡാണ്, അന്നും ഇന്നും എന്നും. അത് ഞാൻ വിവാഹിതയായി ചെന്ന കുടുംബത്തിലും അതുപോലെ തന്നെയാണ്. പലപ്പോഴും ചേച്ചി വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാവാറുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടായി. ഈ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ചേച്ചിക്ക് മടുപ്പ് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന് ശ്രദ്ധിക്കാറുണ്ടോ? ഈ വസ്തുതാവിരുദ്ധമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ എനിക്ക് വിഷമമോ അത്തരത്തിൽ ഫീലിങ്സ് അല്ല വരുന്നത്. ആ പറയുന്നവരെ കൊണ്ട് തിരിച്ച് നല്ലത് പറയിക്കണം. കാരണം അവർ കള്ളമല്ലേ പറയുന്നത്, അവരില്ലാത്തതല്ലേ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ വസ്തുത മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ആ ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ആളുകളോട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ മുന്നിൽ തളരില്ല എന്ന തീരുമാനമാണ് എനിക്ക്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല. ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേ പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചെറിയാൻ ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ വിഷമമുണ്ടായോ? ഒരു വിഷമവും ഇല്ല. എനിക്ക് അദ്ദേഹം ഒരു കുഴപ്പം കാണിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്ക് അനുചിതമായ ഒരു പ്രവർത്തനം തോന്നി ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ദാറ്റ്സ് ഓൾ. സാമൂഹിക നീതി വകുപ്പൊക്കെ പറയപ്പെടുന്നുണ്ട്, മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ. അപ്പോൾ ഇത് കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിലും ഈ സാമൂഹിക നീതിക്ക് വലിയ രീതിയിൽ വിമർശനത്തിനൊക്കെ ഇടയാവുന്ന ഒരു വകുപ്പാണ്. അത്തരത്തിലുള്ളൊരു വകുപ്പാണ് കിട്ടുന്നതെങ്കിൽ വലിയ സമ്മർദ്ദം ആയിരിക്കുമോ? ഒരു സമ്മർദ്ദവുമില്ല. നമ്മൾ ആത്യന്തികമായി ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ നീതി അന്യമായ അരിവുവൽക്കരിക്കപ്പെട്ട ആളുകളെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. അത് മനുഷ്യത്വപൂർണ്ണമായ മാനവികത ഉയർത്തിപ്പിടിച്ചൊരു സമീപനമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്വാഭാവികമായും നമ്മളറിയാത്ത നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. ചികിത്സാ പിഴവ്, ഇപ്പോൾ ആരോഗ്യരംഗത്താണ് ചികിത്സാ പിഴവ്, അതാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ
ആ പ്രശ്നങ്ങളെ ഭരണാധികാരികൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് വിഷയം. ആ അർത്ഥത്തിൽ മനുഷ്യ നന്മ ലാക്കാക്കി പ്രവർത്തിച്ചാൽ അത്തരം വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? കാരണം ഞാൻ ചോദിക്കുന്നത് ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആണ് ചേച്ചി. അപ്പോൾ അതിന് ശേഷം വലിയ രീതിയിലാണ് പിടിച്ചു നിൽക്കുക എന്നുള്ള, രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആദ്യഘട്ടത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം രാഷ്ട്രീയത്തിനൊന്നും പോകുന്ന ചിന്തിക്കുക മീൻസ് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അത് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൺമുന്നിൽ വരെയാകാം. അതിനപ്പുറത്തേക്ക് കോളേജ് SFIയുടെ ഒരുക്ക് കോട്ടയിൽ പോയി KC പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വീട്ടിലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ആദ്യമൊക്കെ അതിൻ്റേതായ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രാഷ്ട്രീയം ഒരു ജീവവായു പോലെയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആരും നിരുത്സാഹപ്പെടുത്തിയില്ല. എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരികയാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഹൈവേയിൽ നിന്ന് ഒരു 3.5-4 കിലോമീറ്റർ അകലെയാണ്. പാതിരാത്രിയൊക്കെ വന്നിറങ്ങുമ്പോൾ അത്രയും മണിക്കൂറുള്ള അന്ന് ഫോണൊന്നും നമുക്കില്ല. മണിക്കൂറുകൾ കാത്തു നിന്ന് വിളിച്ചുകൊണ്ട് പോകും. വെളുപ്പാങ്കാലത്ത് ബസ് കയറ്റി വിടും. മീറ്റിങ്ങിനൊക്കെ ദൂരെയൊക്കെ പോകണമെങ്കിൽ എറണാകുളത്തോ തൃശ്ശൂരൊക്കെ പോകണം. അങ്ങനെയൊക്കെ അത് പിന്നീട് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സഹോദരനടക്കം എല്ലാവരും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായമായി നിന്നിട്ടുണ്ട്. വിവാഹിതയായി ചെന്നപ്പോൾ ആ കുടുംബത്തിലും എല്ലാവരും പൂർണ്ണ പിന്തുണ, അന്നും ഇന്നും എന്നും. ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് എത്ര കാലം ചെറുപ്പത്തിലുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്ര കാലം പിടിച്ചു നിൽക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? വെല്ലുവിളികളൊക്കെ ഉണ്ട്. പക്ഷേ വെല്ലുവിളിയുടെ അവസരങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട്. കാരണം എന്ത് വെല്ലുവിളി വന്നാലും അതൊന്നും മനസ്സിലെടുക്കാറില്ല. എനിക്ക് മുന്നോട്ട് പോകണം, ഞാൻ പാർട്ട് ഓഫ് മൈ ലൈഫ്, അതിനകത്ത് പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യൊന്നുമല്ല. എനിക്ക് വ്യക്തി ജീവിതം പോലെ പ്രധാനമാണ് രാഷ്ട്രീയം. അത് നാളെ മന്ത്രിയാവുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. എനിക്ക് പൊതുപ്രവർത്തനം, ആളുകളായിട്ട് ഇടപഴകുക, ആളുകളെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരും, ഈ നേരത്തെ സൂചിപ്പിച്ചവരുള്ള അനാവശ്യ അപവാദങ്ങൾ വരും. അതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് നേരായ പാതയിലൂടെ മുന്നോട്ട് പോകും. ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാവട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.